കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ 3 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. വാഹനത്തിന്റെ GPS കണ്ടെത്തിയ സ്ഥലത്ത് തെരച്ചിൽ നടക്കുന്നില്ലെന്ന് പരാതി ഉയർന്നു. അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ നേതാവും MP-മാരും കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് കോഴിക്കോട് കർണാടകയിൽ സ്വദേശി അർജുനെ കർണാടക അങ്കോല ശിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വാഹനത്തിന്റെ GPS സിഗ്നൽ ലഭിച്ചതോടെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിരിക്കാമെന്ന് മനസ്സിലാക്കി. ബന്ധുക്കളും ലോറി ഉടമയും കർണാടകയിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെ ഒരു വിവരവും ലഭിച്ചില്ല. ഇന്നലെ തന്നെ കർണാടക പോലീസുമായി ബന്ധപ്പെട്ടെങ്കിലും കനത്ത മഴ രക്ഷാപ്രവർത്തനം തടസ്സമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. നേവി സംഘം എത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും MK രാഘവൻ പറഞ്ഞു. നേവി രാവിലെ എത്തുമെന്ന് അറിയിച്ചത്. അതുകൊണ്ട് ഇന്ന് രാവിലെ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചത്, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ വിളിച്ചത്. അവരും പറഞ്ഞ നേവിയെ അവിടെ എത്തിക്കാൻ നല്ല ശ്രമങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിച്ചത്. അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി V വേണുവിന് നിർദ്ദേശം നൽകി. കർണാടകയിൽ തിരച്ചിൽ തുടരുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. അപ്പോൾ ആ കാര്യത്തിൽ കർണാടക ഗവൺമെന്റും അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാൽ MPയും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചു. അവിടെ എത്തിച്ചേരാനുള്ള പ്രയാസവും ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റ്സ് അവിടെ കൊണ്ടുപോകുന്നതിനുള്ള ധാരാളം തടസ്സങ്ങളുണ്ട്. കാരണം വലിയ തോതിലുള്ള മലയിടിച്ചിലും കാര്യങ്ങളാണ്. എങ്കിലും എല്ലാ ശ്രമവും നടത്തി ഈ മണ്ണിനടിയിലായ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച അങ്കോലയിൽ നടന്ന മണ്ണിടിച്ചിൽപ്പെട്ട് ഇതുവരെ 12 പേർ മരണപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.